ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1912 ദിവസമായ ഇന്ന് 2026 ആഗസ്റ്റ് മാസം 9 തീയതി ഞായറാഴ്ച, 1201 ആണ്ട് കർക്കിടക മാസം 24 തീയതി. ഗുരുവചനങ്ങളിലൂടെ തൻ്റെ ധർമ്മങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ അവയെ യഥാവിധി പാലിക്കുന്ന ഗൃഹസ്ഥാശ്രമി ഇന്ദ്രസമനായും എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നവനായും ഭവിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവിരൽ എന്ന പുസ്തകത്തിൽ സാധന എന്ന് വിവരിക്കുന്നതിൻ്റെ 28ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. വേദാന്തത്തിൽ അപരോക്ഷാനുഭൂതി എന്നറിയപ്പെടുന്ന ഈ നില അറിവിൻ്റെ വ്യാപാരങ്ങളുടെ എല്ലാം നടുവിൽ സ്ഥാനം പിടിക്കുന്നത് അനായാസേനയാണ്, ഒരൊച്ചപ്പാടും കൂടാതെയാണ്. ആരുടെയും ബുദ്ധിയുടെ സമനില തെറ്റിച്ചു കളയുന്ന ഒന്നും ഈ ജ്ഞാനാനുഭൂതിയിലില്ല. നേരെ മറിച്ച് വിപരീത ബുദ്ധികളും വികല്പങ്ങളും മറ്റ് അവനവൻ്റെ ആത്മാവ് ഉത്തമ ബോധ്യമുള്ളതായി സംതൃപ്തമായി തീരുന്നു. ആത്മദർപ്പണത്തിന്മേലുള്ള മാലിന്യങ്ങളെല്ലാം നീങ്ങിക്കഴിയുമ്പോൾ ഓരോരുത്തരിലെയും സദ്ഗുണങ്ങൾ സ്വയം പ്രകാശിക്കുന്നു. അറിവിൽ നിന്നും ഉപാധി പരിച്ഛിന്നതകളൊക്കെ ഒഴിഞ്ഞു പോകുന്നു. തീരുമാനങ്ങളിൽ ഉണ്ടാകാവുന്ന തെറ്റുകൾ ഒന്നൊന്നായി നീങ്ങി അവസാനം എല്ലാ പ്രായോഗിക തലങ്ങളിലും നിശേഷം ഇല്ലാതായി തീരുന്നു. അപ്പോൾ പിടികിട്ടിപ്പോയി എന്ന് സ്വയം പറഞ്ഞു പോകുന്നു. പുതിയൊരു യാഥാർത്ഥ്യബോധം ഉളവാകുന്നു. പ്രശ്നങ്ങളൊക്കെ പിന്നെ വെറും സരളമായി തീരുന്നു. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.